RDX ആദ്യ വിഷയത്തിലേക്ക്. താൽക്കാലിക VC മോഹൻ കുന്നുമ്മലിന് ശേഷം ഗവർണർക്ക് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ പുതുതായി പോർമുഖം തുറന്നിരിക്കുകയാണ് മറ്റൊരു താൽക്കാലിക VC സിസ തോമസ്. അധികാര തർക്കത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ അസാധാരണ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ വെട്ടാനായി മിനി കാപ്പനെ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച സിസ തോമസിന്റെ നീക്കം പാളി. VCയുടെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. പകരം പുതിയ ജോയിന്റ് രജിസ്ട്രാറെ നിയമിച്ച് താൽക്കാലിക VC കസേരകളിൽ തുടരുകയാണ്. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെടാത്തതും VCക്ക് തിരിച്ചടിയായി. കണ്ടുവരാം പുതിയ താൽക്കാലിക VC ഇന്നലെ മുതൽ തുടരുന്ന കൗതുകകരമായ കസേരകളിയുടെ വിശദാംശങ്ങൾ. RDX റാപ്പ്. രജിസ്ട്രാർ പദവിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് KS അനിൽകുമാർ കോടതിയെ സമീപിച്ചത്. അതേസമയം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നതായും ചുമതല തിരികെ ഏറ്റെടുത്തതായും അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു. വൈസ് ചാൻസലറുടെ താത്കാലിക ചുമതലയുള്ള സിസ തോമസിന് വേണ്ടി ഹാജരായ സ്വകാര്യ അഭിഭാഷകൻ ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ പരാതി ഉണ്ടെങ്കിൽ VCക്ക് ചാൻസലറെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സിൻഡിക്കേറ്റ് അംഗമായ R രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഹൈക്കോടതി പരാമർശിച്ചു. ഹൈക്കോടതിയിലെ ഹർജിക്കാരനായ സിൻഡിക്കേറ്റ് അംഗത്തിന് ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. പ്രതിഷേധ പരമ്പരകൾക്കും ഇന്ന് സർവകലാശാല സാക്ഷിയായി. VC മോഹനൻ കുന്നുമ്മലിന്റെ RSS വേഷത്തിലുള്ള ഫ്ലെക്സ് ഉയർത്തി SFI പ്രതിഷേധിച്ചു. സർവകലാശാലയിലെ ജനാധിപത്യാവകാശങ്ങളെ വൈസ് ചാൻസലർ കുരുതി കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് ഇടത് സംഘടനയായ ജീവനക്കാരും പ്രതിഷേധ പ്രകടനം നടത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഗവർണറാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സെനറ്റ് ഹാളിൽ BJP പതാക ഏന്തി നിൽക്കുന്ന സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുവന്നു വെച്ച് ആരാധന നടത്തിയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. BJP പതാക ഏന്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ആരാധന നടത്തി. അവിടെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പുറത്തു വന്നു. പ്രതിഷേധം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ വകവയ്ക്കാതെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം വരികയാണ് ഉണ്ടായത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. ഇന്നലെ സിൻഡിക്കേറ്റ് കൂടി ആ സസ്പെൻഷൻ റദ്ദ് ചെയ്തിരിക്കുന്നു. എന്തായിരുന്നാലും ഇത് നമ്മളെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. സിസ തോമസിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മന്ത്രി R ബിന്ദു നടത്തിയത്. താൽക്കാലിക VCമാർ ചട്ടങ്ങൾ വായിച്ചു പഠിക്കാതെ ഓരോന്നിരുന്ന് കൽപ്പിക്കുന്നുവെന്ന് മന്ത്രി വിമർശിച്ചു. താൽക്കാലിക VCമാരൊക്കെ കൃത്യമായിട്ട് ചട്ടങ്ങളും നിയമങ്ങളും വായിച്ചു പഠിക്കാണ്ട് ഓരോന്നിരുന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് അക്കാദമിക് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവകലാശാല കമ്മ്യൂണിറ്റിയെ സഹായിക്കണം. അവർക്കൊക്കെ വിവാദങ്ങളിൽ അഭിരമിക്കാനാണ് താല്പര്യം എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. സിൻഡിക്കേറ്റിൽ ഉടക്കി നിൽക്കുകയാണ് VC. ഇന്നലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത് താൽക്കാലിക VC സിസ തോമസ് ആണ്. നേരത്തെ പറഞ്ഞു സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ആവശ്യപ്പെട്ടു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി അജണ്ടയിൽ ഇല്ല എന്നാണ് VC സിസ തോമസ് പറഞ്ഞത്. സസ്പെൻഷൻ നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് യോഗം പിരിച്ചുവിടുന്നു എന്നാണ് സിസ തോമസ് പറഞ്ഞത്. പക്ഷേ സിൻഡിക്കേറ്റ് പവർഫുൾ ആണല്ലോ. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുകയാണ് സിൻഡിക്കേറ്റ് ചെയ്തത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ചുമതലയേറ്റ രജിസ്ട്രാർ ഇതോടെ ചുമതല ഏൽക്കുകയും ചെയ്തു. സസ്പെൻഷൻ റദ്ദാക്കിയതിന് പിന്നാലെ സർവകലാശാല രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തു. ഇന്നലെ വൈകിട്ട് 4:30 KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു ഔദ്യോഗികമായി തന്നെ. പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പനെ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ചു. ഇതിനിടയ്ക്ക് VC മിനി കാപ്പൻ ഉടനടി മെയിൽ അക്സെപ്റ്റ് ചെയ്ത് മറുപടിയും കൊടുത്തു. മിനി കാപ്പൻ ചുമതലയേൽക്കാൻ വരുമ്പോൾ അനിൽകുമാർ രജിസ്ട്രാറുടെ കസേരയിലുണ്ട്. രജിസ്ട്രാറുടെ മുറിയിൽ ഇരിക്കാതെ മിനി കാപ്പൻ ഇരുന്നത് മറ്റൊരു മുറിയിലാണ്. താൻ പിരിച്ചുവിട്ട യോഗത്തിൽ തുടർന്നതിന് ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെട്ടു സിസ തോമസ്. ഇതിനിടയ്ക്ക് VC പിരിച്ചുവിട്ട യോഗത്തിൽ ഇരിക്കുകയും അജണ്ടയിൽ ഒപ്പിട്ടതിനുമാണ് ഈ നടപടിയുണ്ടായത്. എന്നാൽ വിശദീകരണം നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. ഇതോടെ ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല ഹേമ ആനന്ദന് നൽകി സിസ തോമസ്. ഇനി ഗവർണറും ഇതിലിപ്പോൾ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. സിൻഡിക്കേറ്റ് യോഗം സംബന്ധിച്ച് VCയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾക്ക് നിയമസാധുത ഇല്ല എന്നാണ് സിസ തോമസിന്റെ റിപ്പോർട്ട്.
ഇതൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. എന്തായാലും വളരെ വിചിത്രമായ, വളരെ അബ്സേർഡായ കാര്യങ്ങൾ ഒരു സർവകലാശാലയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനീഷ്, ഇത് ഇല്ലാത്ത ഒരു വിഷയത്തിൽ നിന്ന് ഇത്രയും ഒപ്പിച്ചെടുത്തിരിക്കുന്നു ഗവർണർ എന്നുള്ളതാണ് വസ്തുത. അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം നന്നായി ഈ RSSൻ്റെ പാഠശാലയിൽ കൃത്യമായി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നിലയ്ക്ക് കണ്ടീഷൻഡാണ്. അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസംഗം കേട്ടല്ലോ, അതായത് ഈ അലഞ്ഞു തിരിയുന്ന പശുക്കൾക്ക് വേണ്ടി ഒരു ഗോശാല ഉണ്ടാക്കണമെന്ന്. കേരളത്തിൽ എവിടെയാണ് അലഞ്ഞു തിരിയുന്ന പശുക്കൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ കേരളത്തിൽ അതിനെ വെറുതെ വിടുന്ന ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം, ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം. അതുപോലെ ഈ എന്താണ് കാവിക്കൊടി ഏന്തിയ ഭാരത മാതാവിൻ്റെ ചിത്രം, അതിപ്പോൾ അദ്ദേഹം വി ശിവൻകുട്ടി ആവർത്തിച്ച് പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം കോടതി ആ കാര്യത്തിലുള്ള നീരസമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. BJPയുടെ കൊടി പിടിച്ച ഒരു സഹോദരി എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ എവിടെയാണ് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നമുള്ളത്? ഇവിടെ എവിടെയാണ് ഈ സർവകലാശാലയുടെ ഒരു പ്രശ്നമുള്ളത്? ഇവിടെ ഈ കേരള സർവകലാശാലയെ ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. ആ സർവകലാശാലയിലെ വിലയിടിക്കുന്ന ഈ പണി യഥാർത്ഥത്തിൽ നിർത്തേണ്ടതല്ലേ അടിയന്തരമായി? നിശ്ചയമായിട്ടും ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് രാഷ്ട്രീയ കളിയാണ് എന്ന് സകലമാന ആളുകൾക്കും വ്യക്തമാകുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സംഗതി? ഈ ഭാരതാംബ മന്ത്രി വി ശിവൻകുട്ടി പിന്നെ RSSൻ്റെ കൊടി പിടിച്ച് നിൽക്കുന്ന സഹോദരി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന, നമ്മളെല്ലാവരും ഭാരതാംബ എന്ന് വാർത്താ മാധ്യമങ്ങൾ പ്രയോഗിക്കുന്ന ഈ പടം എടുത്തിട്ട് വെച്ചതാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതായത് ഗവർണറുടേത്, സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ന പദവി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞാണ്. അതായത് അദ്ദേഹം എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ഒരു വേദിയിൽ എങ്ങനെ ഇരിക്കണം, എന്തായിരിക്കണം സംസാരിക്കേണ്ടത്, അദ്ദേഹത്തോടൊപ്പം മറ്റുള്ളവരിക്കുമ്പോൾ എങ്ങനെ എത്ര മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുള്ള, അതിനപ്പുറത്തേക്ക് ഒരു അധികാരവും ഇല്ലാത്ത ഈ ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പടം എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതാണല്ലോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം പടം വെച്ചിരിക്കുന്നത് രാഷ്ട്രീയം കളിക്കാനാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. അതായത് അദ്ദേഹം ആ പടം കൊണ്ടുവച്ചത് തന്നെയും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും സർവകലാശാലക്ക് പ്രശ്നം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് അതിനോട് ആളുകൾ പ്രതികരിക്കും. ഇവിടെയുള്ള ആളുകൾ, CPMൻ്റെയും കോൺഗ്രസിൻ്റെ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. കോൺഗ്രസിൻ്റെയും CPMൻ്റെയും യുവജന സംഘടനകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അപ്പോൾ വരച്ചു വെച്ചതുപോലൊരു പ്ലാന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ അജണ്ട നാട്ടിലേക്ക് എറിഞ്ഞു തറപ്പിക്കാൻ വേണ്ടി ഗവർണർ ഉപയോഗിക്കുകയാണെന്ന് പ്രത്യേകിച്ച് അത് പറയുന്നതിനെന്തെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് കേരളത്തിന് വലിയ പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയം. നേരത്തെ പറഞ്ഞ പോലെ ഗോശാല ഉണ്ടാക്കുക. ഇപ്പോൾ അലഞ്ഞു തിരിയുന്ന സ്ഥലത്ത് ഗോശാല ഉണ്ടാക്കണമെങ്കിൽ ഭാരതപ്പുഴയുടെ നടുവിലാണ് ഉണ്ടാക്കേണ്ടത്. അവിടെയുള്ള ചില തുരുത്തുകളിൽ മാത്രമാണ് കേരളത്തിൽ അങ്ങനെ ഈ പശുക്കൾ അലഞ്ഞിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആളുകളുടെ പശുക്കളാണ്. അലഞ്ഞു തിരിയാന്ന് വെച്ചാൽ ഞാൻ നടന്നു പോകുന്ന ആക്ഷൻ കൊണ്ട് പറഞ്ഞാണ്. അതായത് അലഞ്ഞു തിരിയുക എന്നുള്ള അർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാണ്. അതായത് ആണുകൾ ഇല്ലാത്ത സനാതന ധർമ്മം പഠിപ്പിക്കണം എന്ന പോലുള്ള അദ്ദേഹത്തിൻ്റെ RSSൻ്റെ ശാഖയിൽ അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട്, അദ്ദേഹത്തിൻ്റെ സംഘടനയോട് ആദരവുണ്ടാകുക എന്ന് വെച്ചാൽ സഹജമാണ്. അതിനെ നമ്മൾ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അദ്ദേഹം ഒരു RSSകാരനാണ്. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്ന്, ലോകത്തെ തന്നെ വലിയ സംഘടനകളിലൊന്നിൻ്റെ അടിയുറച്ച പ്രവർത്തകനും മറ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അതിൻ്റെ ബിംബങ്ങളോട് വലിയ ആദരവുണ്ടാവുക വളരെ സ്വാഭാവികമാണ്. അത് നമ്മളതിനെ മാനിക്കുന്നു. പക്ഷേ അദ്ദേഹം ആദരവോടെ കാണുന്നൊരു ചിത്രത്തെ എല്ലാവരും അങ്ങനെ കാണുന്ന വാശി പിടിക്കാനേ പാടില്ല. ഇപ്പോൾ പിണറായി വിജയൻ, ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം അരിവാൾ ചുറ്റിയുടെ ഒരു പടം എടുത്ത് കൊണ്ടുപോയിട്ട് സകല സ്ഥലത്തും കൊണ്ടുപോയി വെച്ചാൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലേ? അങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തെ എറിഞ്ഞു തറപ്പിക്കാമെന്നാണ് അദ്ദേഹം ഗവർണർ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു നിർഭാഗ്യകരമായ കാര്യം ഹർഷൻ, ഈ സർവകലാശാല എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കാനുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളാണ് സാധാരണ ഇതിലിങ്ങനെ സമരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇത് ഗവർണർ എന്ന് പറയുന്ന വലിയ പദവിയിരിക്കുന്ന ഒരാൾ തന്നെ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് വലിയ പ്രശ്നമാണ്. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ട. രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ചാൻസലർ, സർവകലാശാല ചാൻസലർ ആയിരിക്കുന്ന ഗവർണർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ്, എക്കാലത്തെയും ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ VC ആയിട്ടും മറ്റും കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു ചരിത്രം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചില്ലറ കളിയല്ല, ചില്ലറ സംവിധാനങ്ങളല്ല. ഏറ്റവും കൂടിയ അതാത് കാലങ്ങളിലെ ധിഷണാശാലികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സർവകലാശാലയും ഒരു വിദ്യാഭ്യാസ സംവിധാനവുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെയും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലമായിട്ട് കേരളം മാറിയത്. അതിൻ്റേതായ കുഴപ്പങ്ങൾ, നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുന്നത് പോലെ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായിട്ടുള്ള സ്പേസിലും വെക്കാവുന്നൊരു പടമെടുത്ത് വെച്ചിട്ട് ഈ കണ്ട കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ എന്തോ
വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് അത്രേ. ഇത്രയും അദ്ദേഹം നിസ്സാരമായ എത്രയും പെട്ടെന്ന് ഈ കുഴപ്പങ്ങൾ പ്രവർത്തിക്കുന്ന യന്ത്രം വിദ്യാർത്ഥി ഓഫാക്കിയിട്ട് അദ്ദേഹം ഈ വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ ഗുണപരമായുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടു വിടുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇത്രയും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഏതായാലും വിദ്യാർത്ഥി സംഘടനകളൊന്നും ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയില്ല. കാരണം അദ്ദേഹം ഈ സംഘടനാ സംവിധാനങ്ങൾക്കൊക്കെ എതിരാണ്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഇത്രയും കുഴപ്പം സർവകലാശാലയിൽ ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ഏതാണ്ട് അതിനൊപ്പിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കടന്നിട്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ ഇതങ്ങ് നടപ്പാക്കുകയാണ് ഈ പറയുന്ന ഈ താൽക്കാലിക ചുമതലയുള്ള VC-മാരാവട്ടെ. അതിന് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത് താൽക്കാലിക ചുമതലയുള്ള VC-മാർ പെട്ടെന്ന് തന്നെ രജിസ്ട്രാറെ നിയമിക്കുന്നു, അല്ലെങ്കിൽ ആ നിയമനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. മെയിൽ വരുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും കൊള്ളാം കാര്യങ്ങൾ. വളരെ ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേരള സർവകലാശാല. ഒരു കാവിക്കൊടി പിടിച്ച ഭാരതാംബ വിവാദം വരുന്നു. കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ന്യായമായി അത് സംശയിക്കാവുന്ന ഒരു സ്വകാര്യ പരിപാടി വഴി വിവാദ ഭാരതാംബ ചിത്രം സർവകലാശാല സിൻഡിക്കേറ്റ് ഹാളിൽ എത്തുന്നു. ഗവർണർ വന്ന് അതിൽ പൂവിട്ട് പ്രസംഗിച്ച് മടങ്ങുന്നു. മതചിഹ്നത്തെ ഭാരതത്തിൻ്റെ ആകൃതിയായി അംഗീകരിക്കില്ല എന്ന നിശ്ചയത്തിൽ വിദ്യാർത്ഥി സംഘടനകളും സർവകലാശാല സമൂഹവും പ്രതിഷേധിക്കുന്നു. വൈജ്ഞാനികമായും അക്കാദമികമായും ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ വിവാദ ചുഴിയിലേക്ക് എത്ര വേഗമാണ് സർവകലാശാല എടുത്തെറിയപ്പെട്ടത്. പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ട തരം രാജ്യഭക്തി ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന വിമർശനാവകാശത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതും നിലവിലെ വിവാദത്തിൻ്റെ പരിസരത്തിൽ നാം കാണണം. ചിന്തനശേഷിയുടെ സംശയവാദം നടക്കേണ്ടിടത്ത് ചില ചിഹ്നങ്ങളെ ചൊല്ലിയുള്ള കോലാഹലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനോൽപാദനം നടക്കുന്നതിന് പകരം അനാവശ്യമായ വിവാദവും അധികാര വടംവലിയും ഇതൊക്കെ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കട്ടെ എന്ന് RDX ആഗ്രഹിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.